എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട് 3 ട്രെയിലർ വരുന്നു. അതുപോലെ ഇന്ന് നിരവധി സിനിമകളാണ് OTT റിലീസ് ചെയ്തത്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അജയ് ഷാജി സംവിധാനം ചെയ്ത് ജാഫർ ഇടുക്കി, അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് അമോസ് അലക്സാണ്ടർ. ജീവിതഗന്ധിയായ പ്രമേയവും മികച്ച പ്രകടനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ സൺനെക്സ്റ്റ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. GV പ്രകാശ് കുമാറും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ ലക്കി ദ സൂപ്പർ സ്റ്റാർ. ഒരു നായയെ പ്രധാന വേഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ പ്ലോട്ടിലെത്തിയ ചിത്രം അങ്ങനെ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, മറാത്തി, ബംഗാളി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗിൽ ലഭ്യമാണ്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ശ്യാമൻ ഗിരീഷ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മെഡിക്കൽ മിറാക്കിൾ. നിലീൻ സാൻഡ്ര തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രം ഒരു മെഡിക്കൽ കോമഡി ത്രില്ലറായിട്ടാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പ്രേമലു താരം അഖില ഭാർഗവൻ നായികയാവുന്ന ചിത്രത്തിൽ കോട്ടയം നസീർ, ആനന്ദ് മന്മഥൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കവേ ആരാധകർ കാത്തിരുന്ന റിലീസ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. മുജീബ് മജീദ് സംഗീതവും അഖിൽ സേവ്യർ ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ഈ ചിത്രം ഒരു വേറിട്ട ദൃശ്യാനുഭവമായിരിക്കും സമ്മാനിക്കുക. വിജയ് രാഘവേന്ദ്രയുടെ തകർപ്പൻ പ്രകടനവുമായി എത്തിയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ വെബ് സീരീസായ രാക്ഷസ ഇപ്പോൾ OTTയിൽ ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു. 7 എപ്പിസോഡ്സായി C5 വഴിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ക്രൈം സ്റ്റോറിയാണ് ഈ സീരീസ് പ്രേക്ഷകർക്കായി കരുതി വച്ചിരിക്കുന്നത്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ മാസ് ആക്ഷൻ വിസ്മയമാണല്ലോ കമ്മീഷണർ. സുരേഷ് ഗോപിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായ ഭരത് ചന്ദ്രൻ IPSനെ ആവേശം ഒട്ടും ചോരാതെ ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാൻ അവസരം ഒരുങ്ങുകയാണ്. 1994 ബോക്സ് ഓഫീസുകളെ പൂരപ്പറമ്പാക്കി മാറ്റിയ ഈ ബ്ലോക്ക്ബസ്റ്റർ ചിത്രം അത്യാധുനിക 4K ദൃശ്യമികവോടെയും ഡോൾബി അറ്റ്മോസ് ശബ്ദവിന്യാസത്തോടെയുമാണ് റീ റിലീസിനായി തയ്യാറെടുക്കുന്നത്. സുരേഷ് ഗോപിക്കൊപ്പം ശോഭന, രതീഷ് തുടങ്ങിയവരുടെ തകർപ്പൻ പ്രകടനങ്ങൾ ഒരിക്കൽ കൂടി തിയേറ്ററുകളിൽ ആസ്വദിക്കാനുള്ള അവസരമാണിത്. വരുന്ന 2026 വേനൽക്കാലത്ത് ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന ഐക്കോണിക് ഡയലോഗുമായി കമ്മീഷണർ വീണ്ടും തിയേറ്ററുകളിൽ തീ പടർത്തും. വിഘ്നേഷ് കാർത്തിക് സംവിധാനം ചെയ്ത് ആദിത്യ ഭാസ്കർ, പ്രിയ ഭവാനി ശങ്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ ഹോട്ട്സ്പോട്ട്. വ്യത്യസ്തമായ കഥപറച്ചിൽ രീതിയും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലാണ് ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ലഭ്യമായിരിക്കുന്നത്. പായൽ രജ്പുത്, ഷംന കാസിം, ഈഷ റബ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ തമിഴ് വെബ് സീരീസായ 3 റോസസ് സീസൺ 2 ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള സുഹൃത്തുക്കളുടെ ജീവിതത്തിലൂടെയും അവരുടെ പ്രണയബന്ധങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു അഡൾട്ട് കോമഡി ഡ്രാമയാണ് ഈ സീരീസ്. ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് സീരീസ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ വിപിൻ ദാസും നിവിൻ പോളിയും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയുടെ ഏറ്റവും വലിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ജയ 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 ഹേ, ഗുരുവായൂരമ്പല നടയിൽ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിവിന്റെ കരിയറിലെ തന്നെ ഒരു വമ്പൻ പ്രൊജക്റ്റ് ആയിരിക്കും. നിലവിൽ വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സന്തോഷ് ട്രോഫി എന്ന ചിത്രത്തിന് ശേഷമായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക. അതായത് ഒക്ടോബർ മാസത്തോടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി 2027 ഏപ്രിൽ മാസത്തോടെ ഈ നിവിൻ പോളി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ഹെബ പട്ടേൽ കേന്ദ്ര കഥാപാത്രമായെത്തിയ ഏറ്റവും പുതിയ തെലുഗു ഹൊറർ ത്രില്ലർ സിനിമയാണല്ലോ ഈശ. പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന മുഹൂർത്തങ്ങളുമായി എത്തിയ ഈ ചിത്രം ഹൊറർ സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് ഒരു മികച്ച അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യൻ സിനിമയിലെ 2 ഇതിഹാസങ്ങളായ സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഉലക നായകൻ കമൽഹാസനും ഒരു ബിഗ് സ്ക്രീനിൽ പരീക്ഷണത്തിനായി ഒരുങ്ങുകയാണ്.
യുവ സംവിധായകൻ നെൽസനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. റെട്രോ സ്റ്റൈലിൽ വിന്റേജ് കാറും മാസ് ലുക്കുമായി എത്തുന്ന രണ്ട് ഇതിഹാസങ്ങളുടെയും സ്വാഗ് തിയേറ്ററുകളിൽ ഒരു വിസ്മയം തന്നെയാകും സമ്മാനിക്കുക. ജയിലറിന് ശേഷം അനിരുദ്ധ് വീണ്ടും നെൽസന് വേണ്ടി BGM ഒരുക്കുമ്പോൾ സംഗീതത്തിൽ മറ്റൊരു പടയോട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക ടൈറ്റിൽ ലോഞ്ച് നാളെ ഉച്ചയ്ക്ക് 12:07 നടക്കും. തമിഴ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത് സണ്ണി ലിയോൺ, രാഹുൽ ഭട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ സിനിമയാണല്ലോ കെന്നഡി. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ C5 വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മിഥുൻ മാനുവൽ തോമസ്, ജയസൂര്യ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ആക്ഷൻ കോമഡി ചിത്രമാണല്ലോ ആട് 3. മലയാളികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഷാജി പാപ്പനും സംഘവും മാർച്ച് 19 കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലും തരംഗം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു വമ്പൻ ഓപ്പണിംഗ് തന്നെയാണ് ബോക്സ് ഓഫീസിൽ ചിത്രം ലക്ഷ്യമിടുന്നത്. ആരാധകർക്ക് ആവേശം പകരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. നേരത്തെ ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു അതിഥി വേഷത്തിൽ എത്തുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മമ്മൂട്ടിക്ക് പകരം പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന മറ്റൊരു വമ്പൻ സർപ്രൈസ് പാക്കേജാണ് അതിഥി വേഷത്തിനായി അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ ഈ വരുന്ന മാർച്ച് 1 പുറത്തിറക്കാനാണ് ഇപ്പോൾ മൂവി ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് യശ് നായകനായി വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ ടോക്സിക്. ചിത്രത്തിന്റെ ആദ്യ ടീസർ ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. ചിത്രത്തിന്റെ ടീസർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വയലന്റ് രംഗങ്ങളെല്ലാം തന്നെ അടങ്ങിയ ഒരു മാസ് ടീസർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രം ഈ വരുന്ന മാർച്ച് 19 വമ്പൻ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ടീസർ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രമാണല്ലോ പാതിരാത്രി. നിഗൂഢതകൾ നിറഞ്ഞൊരു രാത്രിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം പ്രേക്ഷകർക്ക് മികച്ചൊരു സിനിമാനുഭവമാണ് സമ്മാനിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ C5 വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. പൃഥ്വിരാജ് സുകുമാരനെ കേന്ദ്ര കഥാപാത്രമാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ആക്ഷൻ ഡ്രാമ ചിത്രമാണല്ലോ വിലായത്ത് ബുദ്ധ. GR ഇന്ദുഗോപന്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രം പ്രഖ്യാപനം മുതൽക്കേ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. സന്ദർഭങ്ങളുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും കരുത്തിൽ തിയേറ്ററുകളിൽ ശ്രദ്ധ നേടിയ ഈ ചിത്രം ഇപ്പോൾ ഡിജിറ്റൽ റിലീസിനായി തയ്യാറെടുക്കുകയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. മാർച്ച് ആദ്യവാരത്തോടുകൂടി C5 വഴി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൃഥ്വിരാജിന്റെ മാസ് പ്രകടനവും ചന്ദനക്കടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വേറിട്ട കഥാപരിസരവും മിനി സ്ക്രീനിലും ആരാധകർക്ക് മികച്ചൊരു അനുഭവം സമ്മാനിക്കുമെന്ന് തീർച്ച.